ഈ ബിസിനസ്സിന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നോട് 1 ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ എന്റെ ലീഡർ ഒരു ദിവസം നമ്മളെ കോഴിക്കോട് ലഞ്ച് ഹൗസ് ഉണ്ട്, നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാണ്. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കയ്യിൽ പൈസ ഇല്ല. അപ്പൊ എന്നോട് എന്താ ചെയ്യുന്നത്? അന്ന് ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് പേൾ സോപ്പ് ഉണ്ട് ബാഗിനകത്ത്. അത് എടുത്തൊരു ഷോപ്പിൽ വിറ്റിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച സമയം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു 7 വർഷം മുന്നത്തെ കഥയെ പറയണേ. ഈ ഒരു 7 വർഷത്തിനിടയിൽ ഇതുപോലെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? മറക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ അപ്ലൈ ലീഡർ അദ്ദേഹം വളരെ സാധാരണക്കാരനാണ്, എന്റെ ഒരു ജ്യേഷ്ഠ തുല്യനാണ്. അദ്ദേഹം രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് അറിയാലോ, വൈഫിനോട് ചിലപ്പോൾ 30 രൂപയോ 40 രൂപ മേടിച്ചിട്ടാണ് ഞങ്ങൾ ബിസിനസ്സിലേക്ക് പുള്ളി വരിക. പെട്രോൾ അടിക്കാൻ കയ്യിൽ പൈസ ഇല്ലായിട്ട് വണ്ടി തള്ളിയത് നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു 7 വർഷം മുന്നേ നമ്മളെന്താ പറയാ, ആ വണ്ടി തള്ളിപ്പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരിക്കലും ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ മോദിക്കേരള മാത്രം പോറാണ്. ഭക്ഷണം വാങ്ങിച്ച ആള് ബെൻസിന്റെ കീ തന്നു. അതെ 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 അതെ, തീർച്ചയായിട്ടും. അല്ലെ, അതൊക്കെ ശരിക്കും ത്രില്ല് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അതാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ശരിക്കും ലൈഫിൽ വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് സാർ ഇവിടെ പറയാന് നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു പുസ്തകം വായിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാലോ, ഒരുപാട് കമ്പനികൾ വരുന്നു, കമ്പനികൾ പോകുന്നു. പക്ഷെ മോദിക്ക് 28 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അത് അന്ന് 96 തുടങ്ങിയ കമ്പനി ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കമ്പനി കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആയ ഒരു കമ്പനിയോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ. അതൊരു സംശയം. ബെൻസ് എടുത്തതിന് ശേഷം ക്ലോസ് സർക്കിളിലൊക്കെ എന്തായിരുന്നു ഫീൽ എന്ന് പറയാം? ക്ലോസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പൊ നമ്മുടെ ഇന്റിമേറ്റ്സ് ഒക്കെ അവർക്കറിയാം ഞാൻ എടുക്കാൻ പോകുന്ന കാര്യം. പക്ഷെ നാട്ടിലുള്ള ആളുകൾക്ക് അത് ഇപ്പോഴും അവർക്ക് എന്നെ കാണുമ്പോൾ എന്താ പറയാ, അവരുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ തന്നെ അറിയാലോ, വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞാനിതുപോലെ കോവിഡ് ടൈമിലാണ് ഞാൻ BMW എടുക്കുന്നത്. അത് എടുത്തിട്ട് സത്യം പറഞ്ഞ നാട്ടിലുള്ളവരാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഭയങ്കര ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യം. വിശ്വസിക്കാൻ സാധിക്കില്ല. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുറെ നാൾ കഴിഞ്ഞു, ഇപ്പൊ 3-4 വർഷമായി. പക്ഷെ ഇപ്പോഴും ചില സമയത്തൊക്കെ എനിക്ക് വണ്ടി കാണുന്ന സമയത്ത് ഇത് എന്റെ തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. തീർച്ചയായിട്ടും അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. ശരിക്കും നമ്മൾ ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ്. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ലൈഫിലൊരു ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ്. വേറൊരു ലെവലാണ്. അതെ, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ വണ്ടി വാങ്ങിയതിന് ശേഷം ഒരു ദിവസം 8-9 തവണ വണ്ടി എടുത്ത് പോയി നോക്കിയ ദിവസങ്ങളുണ്ട്. കാരണം നമ്മൾ വണ്ടി എടുക്കുന്നു, അത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സാറ് പറഞ്ഞല്ലോ, വണ്ടി എടുത്ത സമയത്ത് സാറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ എന്താ പറയാ, ഇതിനും വലുത് നമുക്ക് വരാനുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിൽ എടുക്കുക എന്നുള്ളതാണോ. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടി പോയിട്ട് തൊട്ട് നോക്കിയിട്ടുണ്ട്, നുള്ളി നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ തന്നെയാണോ എടുത്തെന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വരുന്നത് ഒന്നാമത് ഒരു നോർമൽ ഫാമിലി ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഫീല്. പക്ഷെ ഇപ്പൊ നമ്മുടെ കോൺഫിഡൻസ് കൂടി. നമ്മുടെ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയാലോ, അപ്പൊ എന്റെ ടീമിന്റെ തന്നെ ഒരു കോൺഫിഡൻസിൽ മൊത്തം വലിയൊരു മാറ്റമുണ്ട്. പക്ഷെ ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് നാളെ മറ്റന്നാളോ അല്ല, വിത്തിൻ ഒരു 2-3 ഇയറിൽ ഇതിന്റെ വലിയൊരു എന്താ പറയാ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ജിതു, വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമുക്കിതൊരു വലിയൊരു മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ട് മാറട്ടെ. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ജിതുനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ടീമിൽ ഒരുപാട് അച്ചീവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആശംസിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആളുകളോട് ജിതുവിന് ഒരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണം. ഇതൊരു ചുമ്മാ കുറച്ച് ആളെ ചേർക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ പ്രോഡക്ട്സ് വിൽക്കുന്ന പരിപാടിയോ അല്ല. ഇന്ന് MBAക്കും BComനും പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു പ്രൂവൺ സിസ്റ്റമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം രാജ്യങ്ങളിൽ 100-ലധികം വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രൂവൺ സിസ്റ്റമാണ്. മാനുഫാക്ചറർ ടു കൺസ്യൂമർ, പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന വിപണന രീതി. അപ്പൊ ഇതൊരിക്കലും ഒരു മോശം സിസ്റ്റം അല്ല. പക്ഷെ ഇവിടെ ഏതൊക്കെയോ കുറെ ആളുകൾ വന്നിട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ കുറെ നെഗറ്റീവുകളും ഗിമ്മിക്സും കാണിക്കുമ്പോൾ അതാണ് ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾ കരുതരുത്. യഥാർത്ഥ കമ്പനി എന്താ നിങ്ങൾ പഠിക്കണം. ഇത് ഒരു IDSA ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് 100% വിശ്വസിക്കാം. എസ്പെഷ്യലി മോദിക്കർ ആകുമ്പോൾ 28 വർഷമായിട്ട് കമ്പനി ഇവിടെ ഉണ്ട്. നമുക്ക് 1 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമുക്ക് ഇവിടെ ഷോപ്പ് വേണ്ട, സ്റ്റാഫ് വേണ്ട, ഒന്നും വേണ്ട. ആർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു സാധാരണക്കാരനും ഇവിടെ വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലും ഇവിടെ ചോദിക്കുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നിൽക്കുക. ഒരു 1 ഇയർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മോദിക്കർ ഒരു കമ്പനിയാണ്. അപ്പൊ നമ്മളോടൊപ്പം വരിക, നിൽക്കുക, എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. താങ്ക് യു ജിതു. എന്തായാലും ജിതുവിന്റെ സ്പീച്ച് കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ജിതുവിന്റെ എനർജി ലെവൽ.
അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ജിതുവിനെ പരിചയപ്പെട്ട കാലം മുതൽ എപ്പോഴും ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജിതുവിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് അത് ശരിക്കും അടിപൊളിയാണ്. ആ ഒരു എനർജി ലെവൽ ശരിക്കും വലിയ രീതിയിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സക്സസിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്നതിൽ ഒരു എനർജി ലെവലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ എനർജി ലെവൽ കീപ്പ് ചെയ്യുക. കൂടുതൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. 2030-ലോ 35-ലോ ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ കഴിയട്ടെ. ഇതൊരു വലിയ തുടക്കമാവട്ടെ. ടീമിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്തായാലും വീണ്ടും ഇതുപോലെ അടുത്ത സക്സസ് സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും വരണം. നമ്മുടെ ടീമിലുള്ള പല ആളുകളുടെയും അച്ചീവ്മെന്റ്സും അവരുടെ ഇതുപോലെയുള്ള വിജയകഥകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.